ഏവർക്കും എൻ്റെ വിനയ നമസ്കാരം. സ്ത്രീകളും പുരുഷന്മാരും പ്രധാനമായും കുട്ടികളും ഉറപ്പായും കേൾക്കേണ്ട മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185 വകുപ്പിനെക്കുറിച്ച് എവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷം ഏതാണ്ട് 4000-ഓളം ആളുകളാണ് വാഹനാപകടത്തെ തുടർന്ന് റോഡിൽ മരണമടയുന്നത്. കൂടാതെ 40,000-ലധികം ആളുകൾക്ക് ഒരു വർഷം വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നവർ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന തുടർന്നുള്ള അപകടങ്ങളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. ലഹരിമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർ യഥാർത്ഥത്തിൽ ചാവേറുകളാണ്. വാഹനം ഓടിക്കുമ്പോൾ ഒരുപക്ഷെ അപകടത്തെ തുടർന്ന് അവർക്ക് തന്നെ മരണം സംഭവിക്കുവാനും ആ വാഹനം ഇടിച്ച് മറ്റാർക്കെങ്കിലും വാഹനാപകടം മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185 പ്രകാരം 10,000 രൂപ വരെ പിഴ ഈടാക്കുന്നതും കൂടാതെ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. ലഹരിമരുന്ന് ഉപയോഗിച്ച് രണ്ടാമതും പിടിക്കപ്പെട്ടാൽ ഒന്നിലധികം തവണ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പിഴത്തുക 15,000 രൂപയെ വർദ്ധിക്കുകയും 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണ്. ഒരാൾ മദ്യപിക്കാതെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ വാഹനം ഓടിച്ചു, തൻ്റെ അശ്രദ്ധ മൂലം മറ്റൊരാളെ ഇടിച്ചോ അല്ലെങ്കിൽ വാഹനം മറിഞ്ഞോ ഒരാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 106 വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് തൻ്റെ പ്രവൃത്തി അശ്രദ്ധ മൂലം മറ്റൊരാൾക്ക് മരണം സംഭവിക്കുക എന്നുള്ളതാണ് ഈ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഈ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കുകയും കൂടാതെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരാൾ ലഹരിമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ആ വാഹനം ഇടിച്ചോ ആ വാഹനം സഞ്ചരിക്കുന്നവർക്കോ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ 105 വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 105 വകുപ്പ് എന്ന് പറയുന്നത് നരഹത്യക്കാണ്. എന്ന് വെച്ചാൽ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് നിയമം നിലനിൽക്കുകയും അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഇടിക്കാനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെ അതിൽ വെച്ചൊരാൾക്ക് മരണം സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ള അറിവോടുകൂടി ഒരാൾ വാഹനം ഓടിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന അപകടത്തെ തുടർന്നാണ് ഒരാൾ മരിക്കപ്പെടുന്നതിനാണ് 105 വകുപ്പ് പ്രകാരം കേസ് ചെയ്യുന്നത്, നരഹത്യ കേസെടുക്കുന്നത്. അങ്ങനെ കേസ് രജിസ്റ്റർ കഴിഞ്ഞാൽ ആൾക്ക് 10 വർഷം വരെ കുറഞ്ഞ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. കൂടാതെ ഇത് സെഷൻസ് കോടതി മാത്രമാണ് വിചാരണയുള്ളതും ജാമ്യം ലഭിക്കാത്ത വകുപ്പുമാണെന്നും പ്രിയപ്പെട്ട ആളുകൾ അറിയണം. നമ്മുടെ നിരത്തുകളിൽ ധാരാളം ആളുകൾ വാഹനാപകടത്തിന് മരിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ലഹരിമരുന്നൊക്കെ ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരാൾ ഇടിക്കപ്പെടുമ്പോൾ അത് നമ്മളെയാകാം, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ സ്വന്തക്കാരെയാകാം, നമ്മളെ ഏറെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെയാകും. ആർക്കും മരണമുണ്ടാകരുത് അല്ലെങ്കിൽ അപകടത്തിൽ മരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായിട്ടും ഈ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാൻ നമ്മുടെ ഓരോരുത്തരും കടമയാണ്. നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ലഹരിമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടാൽ അവരെ അതിന് പിന്തിരിപ്പിക്കേണ്ടതും അവർക്ക് നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ചുമതല നമ്മുടെയാണ്. തിരിച്ചറിയുക. ഏവർക്കും നന്ദി.